പക്ഷേ ഇവിടെ അവരുടെ എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണി തകർപ്പൻ വിജയം നേടാൻ വേണ്ടി പോകുന്നു. അത് ഈ മുന്നണിയുടെ വിജയത്തോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ശക്തമായിട്ടുള്ള പലതരത്തിലുള്ള ധ്രുവീകരണങ്ങളും ഉണ്ടാകും. അതിൻ്റെ ഒരു ഭാഗമാണ് രാവിലെ എന്നോടൊരു പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം. കേരളത്തിൽ മുസ്ലിം ലീഗ് വളരെ നിരാശരാണ്. അതിൻ്റെ കാരണം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 1952 മലബാറിൽ നിന്ന് 2 MP-മാർ മുസ്ലിം ലീഗിന് ലോകസഭയിലുണ്ടായിരുന്നു. 52 മുതൽ. അന്ന് ഇവിടെ 3 MP-മാരെ ജയിപ്പിക്കുന്നതിലും മുസ്ലിം ലീഗ് മലബാറിൽ ഒരു സഹായങ്ങൾ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാമകാരിയേട്ടനൊക്കെ അന്ന് പിന്തുണ കൊടുത്തു ജയിച്ചു വന്നു. 52 കഴിഞ്ഞിട്ട് കൊല്ലം എത്രയായി? ഇപ്പോഴും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് ലോകസഭയിൽ 2 അംഗമാണ്. ഞങ്ങൾക്കൊരു സീറ്റ് കൂടി ഞങ്ങൾക്ക് അനുവദിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് നിഷ്കരണം മുസ്ലിം ലീഗിനെ അപമാനിച്ചു വിട്ടു. കേരള നിയമസഭ എടുത്താൽ കേരള നിയമസഭയിൽ കോൺഗ്രസിന് 21 MLA-മാരുണ്ട്. ആ കോൺഗ്രസ് മത്സരിക്കുന്നത് 16 സീറ്റിലാണ്. 15 MLA-മാരുണ്ട് മുസ്ലിം ലീഗിൽ. ആ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന 2 സീറ്റിലാണ്. മുസ്ലിം ലീഗിൻ്റെ അണികളെയും അതിൻ്റെ അനുഭാവികളെയും അവരുടെ പ്രവർത്തകരെയും ബോധ്യപ്പെടുത്താൻ കഴിയുന്നതാണ്. അവരെല്ലാം ഈ കോൺഗ്രസിൻ്റെ കടുത്ത നിലപാടിൽ അസംതൃപ്തരാണ്. വയനാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ അഭിമാനം അവിടെ അടിയറ വെക്കേണ്ടി വന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടി പുറത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് അപമാനകരമായൊരു പാർട്ടിയാണ്, ജനവിരുദ്ധമായൊരു പാർട്ടിയാണ്, അതിൻ്റെ കൊടി കാണുന്നത് അപകടമാണ് എന്ന നിലയിൽ മുസ്ലിം ലീഗിനെ അപമാനിച്ചില്ലേ? അവരുടെ കൊടി വയനാട്ടിൽ പുറത്ത് കാണിക്കാൻ പറ്റിയോ? അവർക്ക് കൊടി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇതെല്ലാം മുസ്ലിം ലീഗിനകത്ത് കടുത്ത പ്രതിഷേധമുണ്ട്. കോൺഗ്രസിൻ്റെ നിലപാട് അവർ ശക്തമായി എതിർക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് തന്നെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽ UDF-നെതിരായി, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരായി ശക്തമായിട്ടുള്ള വികാരം വളർന്നു വരികയാണ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നത് തന്നെ BJP-യിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP ആയിരിക്കും. ഇന്ത്യയിലെ ഒട്ടനവധി അനുഭവങ്ങൾ നിരത്തിവെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു വന്നത്. അതോടൊപ്പം തന്നെ കണ്ണൂർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുണ്ട്. നിയമസഭാ ചട്ടങ്ങളനുസരിച്ച് വ്യക്തിഹത്യയോ വ്യക്തിപരമായ പരാമർശമോ അല്ല. ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇപ്പോൾ അദ്ദേഹം പറയിപ്പിച്ചിട്ടുള്ളതുമായ കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ണൂരിൽ മത്സരിക്കുന്ന കോൺഗ്രസ് MP അദ്ദേഹം BJP-ക്ക് വേണ്ടി RSS-ന് വേണ്ടി എന്തൊക്കെ ചെയ്തു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ RSS-ൻ്റെ ആയുധ പരിശീലന കളരിക്ക് കോൺഗ്രസ്സുകാരെയും കൊണ്ട് കാവൽ നിന്ന ആളാണ് ഞാൻ. RSS-ൻ്റെ സംരക്ഷകനാണ് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഞാൻ RSS-ലേക്ക് പോകും, ചോദിക്കാൻ ആര് എന്ന നിലപാട് തന്നെ വേറെ ആരുമല്ല, ആ കോൺഗ്രസിൻ്റെ MP തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്.